SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ജൂൺ 20-നകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കൂടുതൽ സമയം തേടരുതെന്നും കോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും അന്വേഷിക്കുന്നത് ഒരേ ഉദ്യോഗസ്ഥനാണെന്നും രണ്ടിലും ഒന്നും നടക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SPS ശശിധരൻ 1 മാസം കൂടി സമയം തേടിയപ്പോഴാണ് കോടതിയുടെ പരാമർശം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മാരാരിക്കുളം സ്വദേശി MS അനിൽ സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ പരിഗണിച്ചത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അന്വേഷണമൊന്നും നടക്കുന്നില്ല. കാരണം എന്താണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. എന്താണ് അന്വേഷണം നടക്കാത്തതെന്ന് പ്രതിയുടെ പേരിനകത്തുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും കോടതി പരാമർശിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പരാതിയിലാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പോലീസ് കേസെടുത്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ കേസിലാണ് ഇപ്പോൾ ജൂൺ 20-നകം അന്വേഷണം പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ സമയമൊന്നും തേടാനൊന്നും കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും ഒക്കെ അന്വേഷിക്കുന്നത് ഒരേ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ ഈ 2 കേസിലും യാതൊന്നും നടക്കുന്നില്ല എന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുള്ള അന്വേഷണം പൂർത്തിയാക്കാൻ SP ശശിധരൻ 1 മാസം കൂടി സമയം തേടിയിരുന്നു. ഈ ഒരു സമയത്താണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് മാരാരിക്കുളം സ്വദേശി MS അനിൽ സമർപ്പിച്ച ഹർജിയാണ് ബദറുദ്ദീൻ പരിഗണിച്ചിട്ടുള്ളത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുള്ള അന്വേഷണം ഒന്നും നടക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. എന്താണ് അന്വേഷണം നടക്കാത്തതെന്ന് പ്രതിയുടെ പേരിന്റെ അകത്തുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെയാണ് കോടതിയുടെ പരാമർശം. എന്തായാലും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പരാതിയിലാണ് മൈക്രോ ഫിനാൻസ് കേസിൽ തട്ടിപ്പിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം വന്നിട്ടുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ കേസാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ്. എന്തായാലും ജൂൺ 20-നകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. തൃശൂരിൽ വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം. ചെട്ടിയങ്ങാടി കുളശ്ശേരി ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. വഴിപാട് കൗണ്ടറിന്റെ പൂട്ട് പൊളിച്ച് പണം കവരുകയായിരുന്നു. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനും ശ്രമം നടന്നതായാണ് വിവരം. കോലത്തുംപാടം വസന്തനഗറിന്റെ വീട്ടിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. വീടിന്റെ വാതിൽ തകർത്ത് മോഷ്ടാക്കൾ അകത്തു കയറി. വീട്ടുകാർ വേളാങ്കണ്ണിൽ പോയതിനാൽ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. തൃശൂരിൽ ഇരുമ്പ് ഹൊക്ക് വിഴിഞ്ഞ മൂർഖൻ പാമ്പിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. കൊക്കാലെ മൃഗാശുപത്രിയിൽ എത്തിച്ചാണ് മൂർഖന്റെ വയറ് കീറി ശസ്ത്രക്രിയ നടത്തിയത്. അവണിശ്ശേരിയിലെ വീട്ടിലെ വിറകുപുരയിൽ നിന്നാണ് പരിക്കേറ്റ നിലയിൽ മൂർഖനെ പിടികൂടിയത്. വെറ്റിനറി സർജൻ ഡോക്ടർ റജി വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. പാമ്പിനെ പൊങ്ങണംകാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുറിവ് പൂർണ്ണമായും ഭേദമായാൽ പാമ്പിനെ കാട്ടിൽ കൊണ്ടുപോയി തുറന്നുവിടും. കേരള NGO അസോസിയേഷന്റെ 41ാം ജില്ലാ സമ്മേളനം പത്തനംതിട്ടയിൽ നടന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് സമഗ്രമായ പുനരന്വേഷണം നടത്തണമെന്നും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനം DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഭരണകാലത്ത് NGO അസോസിയേഷൻ അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് താൻ അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അടൂർ MLA അഡ്വക്കേറ്റ് ശാന്തകുമാർ പറഞ്ഞു. ഫുട്ബോൾ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2026-27 വർഷത്തേക്കുള്ള ലൈസൻസ് അപേക്ഷ നിരസിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റ് 6 ക്ലബ്ബുകളുടെ ലൈസൻസ് അപേക്ഷ കൂടി തള്ളിയിട്ടുണ്ട്.
ആവശ്യമായ സാമ്പത്തിക നിയമ ഇൻഫ്രാസ്ട്രക്ചർ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിയാത്തതാണ് പല ക്ലബ്ബുകളുടെയും അപേക്ഷ തള്ളാൻ കാരണം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഒഡീഷ FC, ചെന്നൈ FC, മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്, ഇന്റർകാശി സ്പോർട്ടിംഗ് ക്ലബ്, ഡൽഹി എന്നീ ക്ലബ്ബുകളുടെ ലൈസൻസ് അപേക്ഷയാണ് നിരസിക്കപ്പെട്ടത്. ഫെഡറേഷന്റെ ക്ലബ് ലൈസൻസിംഗ് കമ്മിറ്റി നടത്തിയ ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് നിലവിൽ ഈ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ദേശീയ ഫുട്ബോൾ ടൂർണമെന്റുകളിലും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ടൂർണമെന്റുകളിലും പങ്കെടുക്കാൻ ഈ ലൈസൻസ് നിർബന്ധമാണ്. ലിസ്റ്റിൽ ലൈസൻസ് നിഷേധിക്കപ്പെട്ട ക്ലബ്ബുകൾക്ക് തീരുമാനത്തിന്മേൽ അപ്പീൽ നടത്താനും ഫെഡറേഷനിൽ നിന്നും സാവകാശം വാങ്ങാനും സമയം അനുവദിച്ചിട്ടുണ്ട്.